എലിസബത്തിന്റെ കേസ് തുടങ്ങിയിട്ട് വളരെ കുറച്ചായിരുന്നു. നമ്മൾ ഇതിനകത്ത് ഒരുപാട് വർഷമായിട്ട് വളഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ഇത് നമ്മൾ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇതിന്റെ പുറകിലൊക്കെ ഉണ്ടായിട്ട് പ്രൂവ് പറയാം. അപ്പൊ ഇനി ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ കേസിനകത്ത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് പിന്നെ ഞാൻ വന്ന് സംസാരിച്ച് ഒരു പ്രശ്നങ്ങളിലേക്ക് പോയി എടുക്കാനുള്ളൊരു ഹെൽപ്പ് എന്റെ അമ്മയ്ക്കൊന്നും. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എലിസബത്തിനെ കാണാനില്ലായിരുന്നു. കുറെ നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര എഫ്ബിയിലും എല്ലാത്തിലും ഭയങ്കര വീഡിയോ ഇടലായിരുന്നു പുള്ളിക്കാരൻ. പ്രമുഖ നടൻ കൊണ്ട് കേസ് കൊടുത്തതിന് ശേഷം എലിസബത്തിനെ കാണാനില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി പേടിച്ചെങ്ങാനും പുള്ളിക്കാരി എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാണോ, അല്ലെങ്കിൽ ഇനി പ്രമുഖ നടൻ ഇനി എന്തെങ്കിലും ചെയ്തോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനിൽ ഇരിക്കുവായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ ഒരു പ്രതികരണവും ഇല്ല, ഒന്നുമില്ല, അല്ലെങ്കിൽ ഡെയിലി വീഡിയോ വന്നോണ്ടിരുന്നതല്ലേ. അപ്പോ റീസെന്റ് എന്തായാലും എലിസബത്ത് ഒരു കമന്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ആം സേഫ് ടിൽ നൗ എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ട് പിൻ ചെയ്ത്. അപ്പൊ തന്നെ ആൾക്കാർക്കൊക്കെ ഒരു സമാധാനമായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വലിയ പാടൊന്നും അല്ലല്ലോ ഈ ആൾക്കാർക്കൊക്കെ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പൊ ഒരു സമാധാനമുണ്ട്, പുള്ളിക്കാരിക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും പുള്ളിക്കാരിയുടെ ജീവന് തന്നെ ഭീഷണി ഒരുപാടുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും എലിസബത്തിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എലിസബത്തിന് സപ്പോർട്ട് കിട്ടിയതുപോലെ അമൃതയ്ക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ രീതിയിലുള്ള സപ്പോർട്ടൊന്നും പുള്ളിക്കാരിക്ക് ഇത്രയും കിട്ടിയിട്ടില്ല. ശരിക്കും ഒരുപാട് നെഗറ്റീവും അമൃത ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ഈ അമൃത ഒരുപാട് സഹിച്ച ഓരോ കാര്യങ്ങളും അതും ഇതും എല്ലാത്തിനെയും കുറിച്ചിട്ട് നമ്മുടെ അഭിരാമി സുരേഷ്, അതായത് നമ്മുടെ അമൃതയുടെ സിസ്റ്റർ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങളുടെ ഇടയിൽ പറയുന്ന സമയത്ത് എലിസബത്തിനെ കൂടി ഉൾപ്പെടുത്തി അഭിരാമി പറയുന്നത്, എലിസബത്തിനെ കൂടെ ഉൾപ്പെടുത്തി അഭിരാമി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഇവര് കുറച്ച് ഗ്യാങ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പിന്നെ ഈ പ്രമുഖ നടനെ ആക്രമിക്കാൻ ചെല്ലുന്നു. പ്രമുഖ നടൻ തന്നെ പലതവണ രീതിയിൽ വന്നിട്ടുണ്ട്, അതിനകത്തൊരു തലവനുണ്ട് എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് അഭിരാമി പറയുന്നൊന്ന് കേട്ടു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് മാത്യു ജോർജ്. യു ആൻഡ് യുവർ ഫാമിലി ഓൾസോ കം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് കൾപ്രിറ്റ്. യുവർ ഫാമിലി ഓൾസോ സഫർ ടു മച്ച് വിത്ത് ദിസ് കണ്ണിംഗ് ഡോഗ്. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ഫാമിലിയുടെ കേസിൽ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും PR വർക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് കാരണം ഉണ്ടായിട്ടുള്ള ഹിറ്റ് മാരകമായിട്ട് തന്നെ നമ്മൾ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ വർഷമൊന്നുമില്ല, ഒരുപാട് വർഷം. മോറലി ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഭയങ്കര റോങ് ആയിട്ട് ചിത്രീകരിച്ച് ഒരുപാട് സ്റ്റേജ് ഇൻസിഡൻസും ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ ഒരു ഏറ്റവും അറ്റത്താണ്. അതാണ്. അപ്പൊ അമൃത ഇവിടെ പലതവണ കേസ് കൊടുത്തായിരുന്നു. അപ്പൊ അമൃത ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഗതികെട്ടാണ് കൊണ്ടുപോയി അമൃത ഓരോ തവണയും കേസ് കൊടുക്കുന്നത്. പക്ഷേ എലിസബത്ത് ഇവിടെ കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കാതെ ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടു പോവുക. ശരിക്കും കേസ് കൊടുക്കാതെ ഇങ്ങോട്ട് നീണ്ടു പോവുകയാണെങ്കിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്, ആൾക്കാരുടെ സപ്പോർട്ട് കുറയും. അത് വേറൊരു രീതിയിലേക്ക് എലിസബത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് ചെന്ന് കേസ് കൊടുക്കുക, നീതിക്ക് വേണ്ടി പോരാടുക. ഇപ്പൊ എലിസബത്തിന് വേണ്ടി എലിസബത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ എലിസബത്ത് മാത്രം കൊണ്ടുപോയി കേസ് കൊടുക്കേണ്ട, വേറെ ആർക്കും ഇതിനകത്ത് ഇടപെടാനുള്ള ഒരു റൈറ്റും ഇല്ല. എന്തായാലും എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ള ഈ വിഷയമായിട്ട് എലിസബത്ത് കൊണ്ട് കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എലിസബത്തിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു, എലിസബത്ത് എവിടെയാണെന്ന് അറിയാതെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ആ ഒരു കമന്റ് വന്നതിന് ശേഷം, ആ ഒരു മെസ്സേജ് വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു ആശ്വാസമായത്. അപ്പൊ അഭിരാമി പറയുന്ന ബാക്കി കൂടെ കേട്ടു നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് മാത്യു ജോർജ്. യു ആൻഡ് യുവർ ഫാമിലി ഓൾസോ കം ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് കൾപ്രിറ്റ്. യുവർ ഫാമിലി ഓൾസോ സഫർ ടു മച്ച് വിത്ത് ദിസ് കണ്ണിംഗ് ഡോഗ്. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ ഫാമിലിയുടെ കേസിൽ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും PR വർക്കോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് കാരണം ഉണ്ടായിട്ടുള്ള ഹിറ്റ് മാരകമായിട്ട് തന്നെ നമ്മൾ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും തന്നെ വർഷമൊന്നുമില്ല, ഒരുപാട് വർഷം. മോറലി ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഭയങ്കര റോങ് ആയിട്ട് ചിത്രീകരിച്ച് ഒരുപാട് സ്റ്റേജ് ഇൻസിഡൻസും ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ ഒരു ഏറ്റവും അറ്റത്താണ്, സഹികെട്ടാണ് ചേച്ചി പോയി ഒരു കേസ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ലീഗൽ ഇതുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ആ അറ്റാക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു നേരിട്ടെന്റെ ചേച്ചി അനുഭവിച്ചതും ഞങ്ങളുടെ ഫാമിലി അനുഭവിച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വർഷത്തെ പെയിനുണ്ട്. പക്ഷെ അത് വന്ന് സംസാരിക്കാനുള്ള ഒരു പ്രോബബ്ലി ഒരു ടൈം ആയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്തുള്ള ഇവരുടെ ഒരു കോംപ്രമൈസ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നൗ ബ്രീച്ച്ഡ് എന്ന് പറയുന്ന ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിപ്പോഴും വാലിഡായി നിൽക്കുന്ന ഒരു അഗ്രിമെന്റ് ആയതുകൊണ്ട് നമ്മൾ ബ്രീച്ച് ചെയ്യാൻ പറ്റില്ല ആസ് ഓഫ് നൗ. ബിക്കോസ് ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി വന്ന് സംസാരിക്കുന്നത് ഞാൻ വന്ന് സംസാരിക്കുന്നത് നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്തേക്ക് വലിച്ചിടുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ അപ്രണ്ട് വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇൻ ദ സീൻ എലിസബത്തിനെ
കിട്ടുന്ന ഒരു സപ്പോർട്ടും നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല. അത് എന്ത് നമ്മുടെ ഇനിയിപ്പോ നിങ്ങളുടെ കാരണം കൊണ്ടായിരിക്കാം എന്ന് ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓൾവേസ് വിക്ടിം എന്ന് പറയുന്നത് എന്നൊരു വിക്ടിം തന്നെയാണ്. വിക്ടിം കാർഡല്ല അത്. വിക്ടിം എന്ന് പറയുന്നത് ആൾ എന്നൊരു വിക്ടിമാണ്. അന്ന് ഓരോ സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അത് ഇന്ന് എലിസബത്തിനെ കിട്ടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ടു ബി വെരി ഓണസ്റ്റ്. ബിക്കോസ് ഈ ഒരു സപ്പോർട്ട് അന്ന് അമൃതയ്ക്ക് കിട്ടിയിരുന്നില്ല. ഇവരാണ് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഈ സൈബർ അറ്റാക്ക് ഒക്കെ വന്നിട്ട് മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുമ്പോഴാണ് ഇവര് പോയി കേസ് കൊടുക്കുന്നത്. അപ്പൊ കേസ് കൊടുത്തത് കൊണ്ട് ഓപ്പോസിറ്റിൽ നിന്ന വ്യക്തി എന്ന് പറയുന്നത് വായ അടയ്ക്കാൻ തുടങ്ങി. അതുവരെ വായ അടച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ PR വർക്ക് അത് വേറെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അമൃത എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. സൈബർ ഇടത്ത് പിന്നെ അമൃതയ്ക്ക് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എലിസബത്തിന് എന്ന് പറയുന്ന സപ്പോർട്ടാണ് കിട്ടുന്നത്. എലിസബത്തിന്റെ എതിരെ നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് മാറിയിരിക്കുന്നത്. എന്തായാലും ആക്ടർ ഇപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവായിട്ട് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് മൊത്തം നെഗറ്റീവായിട്ടാണ്. ശരിക്കും പറഞ്ഞ ജനങ്ങൾ എലിസബത്തിനും അമൃതയ്ക്കും എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ ഒരു പവർ വരത്തുള്ളൂ. എന്തോ ഒരു സത്യം അവരുടെ ഉള്ളിലുള്ളത് ദൈവമായിട്ട് തന്നെ തുണയ്ക്കുന്നുണ്ട്. അതിന് ആ ഒരു മലയാളികൾ പ്രോപ്പറായിട്ട് ആ ഒരു ഇത് എക്സ്റ്റെൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് കിട്ടാതെ പോയൊരു സംഭവമായിരുന്നു അത്. പക്ഷെ പറഞ്ഞ കൂട്ട് അതിന് അതിന്റേതായ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പൊ എനിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഒരു പരിധി വിട്ടൊന്നും വന്ന് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ രണ്ടാമതും ആ കേസും കൂടെ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനൊരു ലീഗൽ നമുക്ക് നിയമത്തിന് ഒരു ഇതുണ്ടല്ലോ. കാരണം ഈ പറഞ്ഞ കൂട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ കേസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് കിട്ടും. വിച്ച് ഇസ് വാട്ട് ഐ സജസ്റ്റ് ഇവൻ എലിസബത്ത് ടു ഡു. ബിക്കോസ് നമ്മൾ അതിന്റെ ഒരു രീതിയിൽ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഭാഗത്ത് സത്യമാണെങ്കിൽ അത് അതിന്റെ ആ ഒരു ഫൈനലിനകത്തേക്ക് എത്തും. നമുക്ക് ഇപ്പോഴും പറയാനുള്ളത് എലിസബത്ത് കേസ് കൊടുക്കുക. കേസ് കൊടുത്തു കഴിഞ്ഞാൽ എലിസബത്തിന് നീതി ലഭിക്കും. കാരണം അത്രയും സപ്പോർട്ട് ഉണ്ട്. ഇപ്പോ അമൃത അന്ന് പാപ്പു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അമൃതയ്ക്കായിരുന്നു കുറ്റം വന്ന. അമൃത പാപ്പുവിനെ കൊണ്ട് വീഡിയോ ഇടിച്ചതാണെന്നൊക്കെയാണ് ആൾക്കാർ ജനങ്ങൾ കമന്റ് അടിച്ചത് നെഗറ്റീവായിട്ട്. ഈ പറയുന്ന വ്യക്തിയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പാപ്പു നിൽക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ടോക്കായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കേസിൽ ഈ പറഞ്ഞ കൂട്ട് ഇങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ട് നമുക്കത് ഇപ്പോഴാണെങ്കിൽ ഞാൻ കിടന്ന് ബബ പറയുന്നതിന്റെ റീസൺ തന്നെ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ കേസിനെ എഫക്ട് ചെയ്യുമെന്നൊക്കെ എനിക്ക് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് പറഞ്ഞേനെ. അല്ലെങ്കിൽ ഇത് പ്രോബ്ലി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഞാനും വന്നിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയാം. കാരണം അത്രമാത്രം ഉണ്ട് ആ ഒരു എൻറ്റയർ ട്രോമാറ്റിക്. അതിപ്പം എലിസബത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് ഭയങ്കര ബന്ധവുമുണ്ട് കേട്ടോ. അവർക്ക് വളരെ സിമിലർ ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് ഇത് അവർ പറയേണ്ട കാര്യങ്ങളാണ്. എലിസബത്തിന്റെ കേസ് എലിസബത്ത് സംസാരിച്ചു. അവർക്ക് ലീഗൽ ഓബ്ലിഗേഷൻസ് ഇല്ല. അതുകൊണ്ട് ഷീസ് നൗ ടോക്കിംഗ് ആൻഡ് ഷീസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേരളം ഫുൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചിയുടെ കേസ് ചേച്ചി ഇനി വന്ന് സംസാരിച്ചാൽ ആ ഭാര്യമാര് ചേർന്ന് പണിയുവാണെന്നൊക്കെയുള്ള ആംഗിളിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും. വെറുതെ എന്തിനാണ് നമ്മൾ അവരും തമ്മിലൊരു ബന്ധം പോലും ഇല്ല. ഇപ്പൊ ശരിക്കും ഇതിന്റെ ഇടയിൽ അമൃത ഇപ്പൊ വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ പറയുന്നുണ്ട് എല്ലാരും കൂടെ ഒരു ഗ്യാങ് ആയിട്ടാണ് കളിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അമൃതയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പിക്കും നിയമ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ അമൃതയ്ക്ക് ഉണ്ടായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയണമെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം ഈ എലിസബത്തിന് ഇത്രയും നാള് കൊണ്ട് അനുഭവിച്ചതിനേക്കാളും എന്തോരമായിരിക്കും നമ്മുടെ അമൃത അനുഭവിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 12 വർഷത്തോളം എങ്ങാണ്ട് ഒരുമിച്ച് താമസിച്ചെന്ന് തോന്നുന്നു. അവര് ഇത്രയും ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചു കാണത്തില്ലേ? അപ്പൊ എന്തൊക്കെ സഹിച്ചു കാണും? അതൊക്കെ ജനങ്ങൾ അറിയണം. എല്ലാം ഒന്ന് തുറന്നു പറയണം. ജനങ്ങൾ അറിയണം. ഇവന്റെയൊക്കെ കപട മുഖങ്ങൾ ജനങ്ങൾ അറിയണം. ബാക്കിയും കൂടെ കാണാം. ഷീസ് ഡൂയിങ് things the right way, in the right tone, in a way everybody can understand. വെറുതെ അമൃത ചേച്ചി ഇപ്പൊ ലീഗലി ഓൾറെഡി ഒരു കേസിലുണ്ട്. ഇനി ഞാൻ വന്നതിനകത്ത് സംസാരിച്ച് അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ എന്റെ വീട്ടുകാർക്ക് ഇനി ഒരു പ്രശ്നം. ഓൾറെഡി നമ്മളിതിപ്പം എലിസബത്തിന്റെ കേസ് തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഒരുപാട് വർഷമായിട്ട് വലഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ്. അത് ഞങ്ങൾ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇതിന്റെ പുറകിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വിത്ത് പ്രൂവ് അറിയാം. അപ്പൊ ഇനിയും ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ കേസിനകത്ത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് പിന്നെ ഞാൻ വന്ന് സംസാരിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എടുക്കാനുള്ളൊരു ഹെൽത്ത് എന്റെ അമ്മയ്ക്കൊന്നുമില്ല. പിന്നെ ആ കേസിനെ ഒരു രീതിയിലും നശിപ്പിക്കാൻ ഒരു റീസൺ ഞാൻ ആവരുതെന്നുള്ള ഒരൊറ്റ റീസൺ കാരണമാണ് ആ ഒരു ലീഗൽ ഓബ്ലിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ഫാമിലിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും മുറിയായിട്ട് സംസാരിക്കേണ്ടി വരുന്നത്. അതാണ് സംഭവം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനിയും എന്റെ ചേച്ചിയുടെ അഗേൻസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ക്യാമ്പയിനോ ഒക്കെ ഏതെങ്കിലും ഒരു കാലത്ത് വരികയാണെങ്കിൽ മനസ്സിലായോ, ഐ വിൽ വോയിസ് ഫോർ ഹെർ ഇഫ് ഷീ കാണ്ട്. അനദർ എൻറ്റയർലി ന്യൂ സിനാരിയോ ആയിരിക്കാം. അപ്പൊ അന്ന് ഈ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലായിരിക്കാം. ഇപ്പം എലിസബത്തിന് വേണ്ടി ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഷീ ഈസ് ഡൂയിങ് ഇറ്റ് വെരി വെൽ. അതിന്റെ ഒരു റിസൾട്ടാണ് കേരളം എമ്പാടും വരെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഷീ ഡിസേർവ്സ് ഇറ്റ്. അപ്പൊ ജനങ്ങളെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ ശേഷം ഇപ്പൊ ജനങ്ങളുടെ വാ മൂടിക്കെട്ടാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നു. അതിനായിട്ട് പല വഴികളും നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇത് ഏതറ്റം വരെയാണ് പോകുന്നത്.
എന്തായാലും എലിസബത്തിനോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, കേസ് കൊടുക്കണം. കേസ് കൊടുത്താൽ മാത്രമേ നിയമത്തിന്റെ വശത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീതി കിട്ടത്തുള്ളൂ. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലും നീതി ലഭിച്ചേക്കാന്നൊക്കെ വിചാരിക്കുന്ന വെറും മണ്ടത്തരമാണ്. സോഷ്യൽ മീഡിയയിലും എല്ലാവരും മനസ്സിലാക്കും നിങ്ങളുടെ പക്ഷത്താണ് ന്യായം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നിയമത്തിന്റെ വഴിക്കും കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒരു സപ്പോർട്ട് കിട്ടും. എന്തായാലും നിങ്ങൾ പോരാടണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.